നമസ്കാരം. ഞാൻ കുറച്ച് ലേറ്റായി. അതെങ്ങനെയാ കേരളത്തിലെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ അങ്ങ് ഒഴിയല്ലയോ? ഇന്നലെ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തായിരുന്നു, നാളെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്ത്, പിന്നെ പാറശാല കളിക്കവിള. അപ്പൊ കാശാന്ന് പറ. പിന്നെ ഞാനിങ്ങനെ തെക്കോടൊക്കെ നടക്കുന്നതന്നെ, എനിക്ക് കാശ് വേണ്ടായോ? അത് കൊള്ളാം. ആർക്കാ പഠിക്കണ്ടേ? എനിക്കിവിടെ നിൽക്കാൻ സമയമില്ല. പെട്ടെന്നാട്ടെ. എനിക്കാ പഠിക്കണ്ടത്. പഠിക്കേണ്ട ആള് മാത്രം കയറിയാൽ മതി. അയ്യോടി, അപ്പൊ എനിക്കൊന്ന് പഠിക്കണം, ഞാൻ എന്തെടുക്കും? അതിന് പ്രത്യേകം കാശ് തരേണ്ടി വരും. ഞാനേ ഒരാളെ പഠിപ്പിക്കാന്നേ ഏറ്റിട്ടുള്ളൂ. അപ്പൊ ഒരാളെ പഠിപ്പിക്കുന്നതിനാണോ 6000 രൂപയും വണ്ടിക്കൂലി? ഞാനേ 3ാമത്തെ വയസ്സിൽ പഠിച്ചു തുടങ്ങിയ കലയായത്. അത് വെറുതെ ആരെയും പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആ ശരി ശരി. നിക്ക് ഒരാൾ മാത്രം കയറിയാൽ മതി, ബാക്കിയെല്ലാം പുറത്തു പോകും. കഥ കളിച്ചേ ഇരിക്കട്ടോ. ആദ്യം വേണ്ടത് ഒരു വെട്ടുകത്തി, തീപ്പെട്ടി. ആദ്യം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പിതൃക്കളെ ധ്യാനിക്കണം. അത് കഴിഞ്ഞ് ഇറാനെയും ഇസ്രായേലിനെയും മനസ്സിൽ ധ്യാനിച്ച് ഒരൊറ്റ വെട്ട്. വെട്ടാനോ? എവിടെ? എവിടാന്നോ? വിറകിന്റെ നെഞ്ചത്ത്. എന്നിട്ട് വെട്ടി പീസാക്കി അടുപ്പി വെക്കണം. എന്നിട്ട് എന്തോ ചെയ്യണം ചേച്ചി? അത് വെച്ച് അടുപ്പ് കത്തിക്കണം. അല്ല ചേച്ചി, അതെ. സോറി, 6000 രൂപയ്ക്കുള്ളതായി. ഇനി എന്തെങ്കിലും പഠിക്കണമെങ്കിൽ വീണ്ടും 6000 രൂപ തരണം. ഉണ്ടോ തരാൻ? അയ്യോ ഇല്ല. എന്നാ ശരി, ഞാൻ പോട്ടെ. അടുപ്പ് കത്തിക്കുന്ന പഠിക്കാൻ വേണം, പൈസയും ഇല്ല. ഗ്യാസ് കിട്ടാതായതിനു ശേഷം ഞാനിപ്പം ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് അടുപ്പ് എങ്ങനെ കത്തിക്കാമെന്ന വിഷയത്തെക്കുറിച്ച്. വേണമെങ്കിൽ അത് ജോയിൻ ചെയ്തോ. ഒരു ക്ലാസ്സിന് വെറും 500 രൂപയുള്ളൂ.